അങ്ങനെ നമ്മളെ ടീമൊക്കെ ആയിട്ട് നേരെ പൊക്കുന്നുമലയിലേക്കാട്ടോ പോണത്. അങ്ങനെ ഈ ഞായറാഴ്ച ഇങ്ങനെ പോയി. പിന്നെ അതിൻ്റെ മലനെക്കാട്ടി നല്ല വലുപ്പത്തിൽ അഭിപ്രായങ്ങളുണ്ടാവും കേട്ടോ. വണ്ടി അങ്ങനെ പോകണം, ഇങ്ങനെ കയറ്റണം, കുമ്പം അങ്ങോട്ടാക്കണം, കുമ്പം ഇങ്ങോട്ടാക്കണം. അന്നേരം വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടെങ്കിൽ ഇവിടേക്ക് പോണ റൂട്ട് പറഞ്ഞാൽ ഭയങ്കര ഇടങ്ങാറ് കേട്ടോ. ഫുള്ള് കൊമ്പും കാര്യങ്ങളൊക്കെയാണ്. വണ്ടീൻ്റെ പെയിൻറ്റ് വരെ പോകും. നല്ല മൊഞ്ചുള്ള പെയിൻ്റ് അടിച്ച ആൾക്കാരൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിൽക്കണ്ട, വുഡൊക്കെ കയറും. അപ്പോൾ നല്ല റിസ്ക്കാണ്. 1-2-3 സ്ഥലത്ത് ഭയങ്കര പ്രശ്നം കേട്ടോ. ഹൗസിങ്ങൊക്കെ തട്ടും. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് നാക്ക് പോലെ എടുത്താൽ മതി. ഒരാളെ മുന്നിൽ എത്തിച്ചിട്ട് കറക്റ്റ് വഴി വന്നേരം വന്നാൽ നമുക്ക് ഹൗസിങ്ങൊക്കെ തട്ടാണ്ട് മുട്ടാണ്ടൊക്കെ പോവാം. സംഭവം വെച്ചാൽ എല്ലാവരെയും പുറേ പോയിട്ട് പൊലച്ചക്ക് ഉറക്കത്തു നിന്ന് എണീപ്പിച്ച് കൊണ്ടുവന്ന കേട്ടോ. നേരെ സ്ഥലം വരെ പോകാണ്ട് കൊണ്ട് അങ്ങനെ കൊണ്ടുവന്ന കേട്ടോ. ഇത് നമ്മളെ കൊടുവള്ളിയുള്ള ചെറിയൊരു മുലവാളിയാണ്. അടുത്ത നമ്മളെ ഓമശ്ശേരത്തെ ചെറിയൊരു ഓൽമെൻ്റ് ആട്ടോ. അടിപൊളിയാണ് ആള്. അസുറിനോട് പറഞ്ഞ പോത്തിനെ കച്ചവടക്കാണ്ട് പറഞ്ഞത് കൊണ്ടുവന്നാട്ടോ. ഓനെല്ലോടി ഇപ്പോൾ മലയിൽ കൊണ്ടുപോയിട്ടേക്ക് ഒരു പാവം ഉണ്ടാവും. എല്ലാവരും പോത്തിനെ നോക്കാൻ പോയത് 7 ആകുമ്പോഴത്തേക്കും പുരം തിരിച്ചെത്താണ്ട് കൊടുവള്ളി ചന്തയില്ലല്ലോ. കാര്യം എന്താണെങ്കിലും 2 ട്രെയിനിൻ്റെ മുട്ടൻ്റെ അഡ്രസ്സ് ഇല്ല കേട്ടോ. ഓംപ്ലേറ്റ് അടിച്ചും തിരിച്ചും മറിച്ചും പുൾസൈക്കാരും എല്ലാവിധ ആൾക്കാരും ഉള്ളതും കൊണ്ട് ഇത് വേഗം ഒരു തീരുമാനമായിട്ടോ. പിന്നെ ബ്രെഡും അങ്ങനെ തന്നെ. ബ്രെഡ് പോയ വഴി കണ്ടിയില്ല. വണ്ടി ശരിക്കും താഴെത്തുമ്പോൾ കുറേ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നല്ല പുത്തൻ പെയിൻറ്റുള്ള ആൾക്കാരൊന്നും ഇങ്ങോട്ട് വണ്ടിയായിട്ട് വരാൻ നിൽക്കണ്ട കേട്ടോ.